കേരളത്തിലെ ലക്ഷക്കണക്കിന് യുവാക്കളുടെ പ്രതീക്ഷയാണ് കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ അഥവാ PSC. എന്നാൽ അടുത്ത കാലത്തായി PSC അംഗങ്ങളുടെ എണ്ണത്തെക്കുറിച്ചും അവർക്ക് നൽകുന്ന ഉയർന്ന ശമ്പളത്തെക്കുറിച്ചും വലിയ ചർച്ചകളാണ് നടക്കുന്നത്. ഇന്ത്യയിൽ ഏറ്റവും വലിയ സംസ്ഥാനങ്ങളിൽ പോലും ഇല്ലാത്ത അത്രയും അംഗങ്ങൾ എന്തിനാണ് നമ്മുടെ ചെറിയ കേരളത്തിൽ? അവർക്ക് കിട്ടുന്ന ശമ്പളം എത്രയാണ്? ഇതിൻ്റെ പിന്നിലെ വസ്തുതകൾ എന്തൊക്കെയാണ്? നമുക്ക് ഒന്ന് പരിശോധിക്കാം. അജയ്സ് പ്രസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വെൽക്കം ടു അജയ്സ് പ്രസ്. ഹിയർ വാട്ട് വി ഡു ഈസ് എക്സ്പ്രസ്. ആദ്യം നമുക്ക് കണക്കുകളിലേക്ക് നോക്കാം. ഇന്ത്യയിലെ ജനസംഖ്യയിൽ ഒന്നാമതുള്ള ഉത്തർപ്രദേശിൽ വെറും 9 അംഗങ്ങൾ, അതായത് ഒരു ചെയർമാനും 8 അംഗങ്ങളും മാത്രമാണ് PSCയിൽ ഉള്ളത്. ജനസംഖ്യയിൽ രണ്ടാം സ്ഥാനത്തുള്ള മഹാരാഷ്ട്രയിലാകട്ടെ ഇത് വെറും 6 അംഗങ്ങളാണ്, ഒരു ചെയർമാനും 5 അംഗങ്ങളും. എന്നാൽ കേരളത്തിൻ്റെ അവസ്ഥയോ? വെറും 3.5 കോടി മാത്രം ജനസംഖ്യയുള്ള നമ്മുടെ സംസ്ഥാനത്ത് 21 അംഗങ്ങളുള്ള ഒരു ജംബോ കമ്മീഷനാണ് പ്രവർത്തിക്കുന്നത്. അതായത് ഒരു ചെയർമാനും 20 അംഗങ്ങളും. ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ PSC അംഗങ്ങളുള്ള സംസ്ഥാനം കേരളമാണ്. ഇവരുടെ ശമ്പളവും ആനുകൂല്യങ്ങളും എത്രയാണ് എന്നറിയാമോ? അതുപോലെ തന്നെ ഖജനാവിന് ഇവർ വരുത്തി വയ്ക്കുന്ന ബാധ്യത അത് എത്രമാത്രമാണ് എന്നറിയാമോ? കേരളത്തിലെ PSC അംഗങ്ങളുടെ ശമ്പളം കേട്ടാൽ ശരിക്കും നിങ്ങൾ ഞെട്ടും. സംസ്ഥാനത്തെ ജുഡീഷ്യൽ ഓഫീസർമാരുടെ ശമ്പളത്തിന് സമാനമായാണ് ഇവരുടെ വേതനം നിശ്ചയിച്ചിരിക്കുന്നത്. ചെയർമാന് ജില്ലാ ജഡ്ജിമാരുടെ സൂപ്പർ ടൈം സ്കെയിലിന് തുല്യമായ ശമ്പളം. അടിസ്ഥാന ശമ്പളം 2,24,100 രൂപ. അലവൻസുകൾ കൂടി ചേരുമ്പോൾ പ്രതിമാസം ഏകദേശം 4.10 ലക്ഷം രൂപ കൈപ്പറ്റുന്നു. അംഗങ്ങളാകട്ടെ ജില്ലാ ജഡ്ജിമാരുടെ സെലക്ഷൻ ഗ്രേഡ് സ്കെയിലിന് തുല്യമായ ശമ്പളമാണ് വാങ്ങുന്നത്. അടിസ്ഥാന ശമ്പളം 2,19,090 രൂപ. ആകെ മാസ ശമ്പളം ഏകദേശം 4 ലക്ഷം രൂപ വരും. ഇതുകൂടാതെ 55% DA, പ്രതിമാസം 35,000 രൂപ വരെ വീട്ടുവാടക ബത്ത, ഡ്രൈവർ ഉൾപ്പെടെയുള്ള ഔദ്യോഗിക വാഹനം, കുടുംബാംഗങ്ങൾ അടക്കമുള്ളവർക്ക് പൂർണ്ണ സൗജന്യ ചികിത്സ എന്നിവയെല്ലാം ഇവർക്ക് ലഭിക്കുന്നു. ഇനി ഇവരെ വിരമിച്ചു കഴിഞ്ഞാലോ? ചെയർമാന് പ്രതിമാസം 2.5 ലക്ഷം രൂപയും അംഗങ്ങൾക്ക് 2.25 ലക്ഷം രൂപയും അടിസ്ഥാനമാക്കി ഉയർന്ന നിരക്കിലുള്ള പെൻഷനും ലഭിക്കും. ഓർക്കണം, നമുക്ക് എന്തിനാണ് ഇത്രയധികം അംഗങ്ങൾ? ഇത്രയധികം അംഗങ്ങൾ എന്തിനാണ് എന്ന ചോദ്യത്തിന് സർക്കാർ നൽകുന്ന ചില വിശദീകരണങ്ങളുണ്ട്. ഒന്നാമത്തെ കാര്യം അവർ പറയുന്നത് അപേക്ഷകരുടെ എണ്ണമാണ്. ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ പേർ സർക്കാർ ജോലിക്കായി അപേക്ഷിക്കുന്നത് കേരളത്തിലാണ്. ഒരു വർഷം ശരാശരി 50 ലക്ഷത്തിൽ അധികം അപേക്ഷകളാണ് കമ്മീഷന് ലഭിക്കുന്നത് എന്നാണ് പറയുന്നത്. ഇനി ഈ നിയമനങ്ങളുടെ വ്യാപ്തി കൂടി പരിശോധിച്ചാലോ? മറ്റ് സംസ്ഥാനങ്ങളിൽ പല നിയമനങ്ങളും കരാർ അടിസ്ഥാനത്തിലോ പ്രത്യേക ബോർഡുകൾ വഴിയോ നടക്കുമ്പോൾ കേരളത്തിൽ KSRTC, KSEB, ദേവസ്വം ബോർഡുകൾ തുടങ്ങി സർവകലാശാലകളിലെ ലാസ്റ്റ് ഗ്രേഡ് തസ്തികകൾ വരെ PSC വഴിയാണ് നടക്കുന്നത്. ഒരു വർഷം ശരാശരി 30,000-ൽ അധികം നിയമനങ്ങൾ നടക്കുന്നു. അതായത് ഒരു ദിവസം ശരാശരി 80-ൽ അധികം നിയമനങ്ങൾ. എന്നാൽ ഇന്ത്യയിലെ ഏറ്റവും ഉയർന്ന സിവിൽ സർവീസ് പരീക്ഷകൾ നടത്തുന്ന UPSCയിൽ പോലും ചെയർമാൻ ഉൾപ്പെടെ വെറും 11 അംഗങ്ങൾ മാത്രമേ ഉള്ളൂ. 10 ലക്ഷം മുതൽ 13 ലക്ഷം വരെ ഉദ്യോഗാർത്ഥികൾ അപേക്ഷിക്കുന്ന സിവിൽ സർവീസ് പരീക്ഷകൾ അവർ വളരെ സുഗമമായി നടത്തുന്നു. അംഗങ്ങൾ നേരിട്ടല്ല പരീക്ഷകൾ നടത്തുന്നത്, മറിച്ച് അവർ നയപരമായ തീരുമാനങ്ങൾ എടുക്കുകയും ഇൻ്റർവ്യൂ ബോർഡുകൾക്ക് നേതൃത്വം നൽകുകയുമാണ് ചെയ്യുന്നത്. പരീക്ഷകൾ നടത്താൻ കൺട്രോളർ ഓഫ് എക്സാമിനേഷൻ്റെ കീഴിൽ വലിയ ഒരു സെക്രട്ടേറിയറ്റ് സംവിധാനം തന്നെ അവിടെ ഉണ്ട്. കേരളത്തിലെ ഈ വലിയ അംഗസംഖ്യയ്ക്ക് പിന്നിൽ രാഷ്ട്രീയ താല്പര്യങ്ങളാണ് എന്ന ആക്ഷേപം വളരെ ശക്തമാണ്. സത്യത്തിൽ അതാണ് ശരി. രാഷ്ട്രീയ പാർട്ടികളിലെ നേതാക്കൾക്കും അനുഭാവികൾക്കും നൽകുന്ന ഒരു പദവിയായി ഈ സ്ഥാനങ്ങൾ മാറിയിട്ടുണ്ട് എന്ന് വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. സാങ്കേതികവിദ്യ ഇത്രയും വളർന്ന് പരീക്ഷകൾ ഓൺലൈനായി മാറുന്ന ഈ കാലത്ത് ഇത്രയധികം അംഗങ്ങളുടെ ആവശ്യം യഥാർത്ഥത്തിലുണ്ടോ എന്നത് വലിയ ഒരു ചോദ്യചിഹ്നമാണ്. ഭരണഘടനയുടെ ആർട്ടിക്കിൾ 320 അനുസരിച്ച് പരീക്ഷകൾ നടത്തുക, ഇൻ്റർവ്യൂ ബോർഡുകൾ നിയന്ത്രിക്കുക, സർക്കാരിന് നിയമപരമായ ഉപദേശങ്ങൾ നൽകുക തുടങ്ങിയ സുപ്രധാന ചുമതലകളാണ് ഈ അംഗങ്ങൾക്കുള്ളത്. എന്നാൽ ഇത് ജനസംഖ്യാനുപാതികമാണോ അതോ രാഷ്ട്രീയ പുനരധിവാസമാണോ എന്നത് ഇപ്പോഴും ചർച്ചാ വിഷയമാണ്. എത്രയും വേഗം സതീശൻ ഗവൺമെൻറ് PSC അംഗങ്ങളുടെ എണ്ണം പകുതിയെങ്കിലുമായി കുറയ്ക്കണം. ഈ സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ തന്നെ PSC അംഗങ്ങളാകാൻ ഉടുപ്പും തയ്പ്പിച്ച് രാഹുകാലവും നല്ല സമയവും ഒക്കെ നോക്കിയിരിക്കുന്ന ഒട്ടേറെ പേരുണ്ട് എന്ന് അറിയാം. പക്ഷേ പൊതുജനത്തിൻ്റെ നികുതിപ്പണം കൊള്ളയടിക്കുന്ന, ഖജനാവിനെ കാലിയാക്കുവാൻ മാത്രം ഉപകരിക്കുന്ന
ഈ PSC അംഗങ്ങളുടെ അമിതമായ എണ്ണം കുറയ്ക്കേണ്ടത് ഈ കൊച്ചു കേരളത്തിന് ആവശ്യമാണ്. പിണറായി സർക്കാരിൻ്റെ ദൂർത്തിനെക്കുറിച്ചും കെടുകാര്യസ്ഥതയെക്കുറിച്ചും പ്രതിപക്ഷത്തായിരുന്നപ്പോൾ നിശിതമായി വിമർശിച്ചിരുന്ന സതീശൻ ഇനി എന്ത് ചെയ്യും എന്ന് നമുക്ക് നോക്കാം. നിങ്ങളുടെ അഭിപ്രായം എന്താണ്? കേരളത്തിൽ ഇത്രയധികം PSC അംഗങ്ങൾ ആവശ്യമുണ്ടോ? താഴെ കമൻറ്റ് ചെയ്യുക. കൂടുതൽ വിവരങ്ങൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോയുടെ എല്ലാവർക്കും നന്ദി. നമസ്കാരം.